ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ പെടുത്താവുന്ന സിനിമകളുടെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്നാൽ അതിൽ സ്പോർട്സിനേക്കാളേറെ ഡ്രാമയ്ക്കായിരിക്കും പ്രാധാന്യം. ആ ഒരു എലമെന്റ് സക്സസ്ഫുള്ളി ബ്ലെൻഡ് ചെയ്ത് വളരെ മനോഹരമായി പൂർത്തീകരിച്ച ഒരു സിനിമയാണ് തമിഴരസൻ പച്ചമുത്തു സംവിധാനം ചെയ്ത ലബ്ബർ പന്ത്. തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിൽ ഗള്ളി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കഥയാണ് സിനിമയുടെ പശ്ചാത്തലം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈഗോ ആണ് മെയിനായിട്ട് ഈ സിനിമയിൽ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ എല്ലാ സാഹചര്യങ്ങളെയും എങ്ങനെ ഈഗോ വന്ന് അഫക്റ്റ് ചെയ്യുന്നു, അത് സ്പോർട്സിന്റെ ഇടയിലായാൽ പോലും, അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലായാൽ പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്കി ഡേ ടു ഡേ ലൈഫിലായാൽ പോലും എങ്ങനെ ഈഗോ ആ ഒരു വ്യക്തിയെ മൊത്തത്തിൽ ബാധിക്കുന്നു എന്നുള്ള ഒരു എലമെന്റ് ആണ് സിനിമ പ്രധാനമായിട്ടും സംസാരിച്ചു പോകുന്നത്. എനിക്ക് സിനിമ ഒരു 90% സാറ്റിസ്ഫൈ ആവുന്ന തരത്തിലാണ് ഫീൽ ചെയ്തത്. ഈ സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് എന്താണെന്നാൽ ഇതിലെ പെർഫോമൻസുകൾ തന്നെയാണ്. മെയിൻ ലീഡായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ അട്ടക്കത്തി ദിനേശും അതുപോലെ തന്നെ ഹരീഷ് കല്യാണം, അവർ രണ്ടുപേരും അതിമനോഹരമായിട്ട് തന്നെയാണ് ആ സിനിമയിൽ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ചെയ്തിട്ടുള്ളത്. അട്ടക്കത്തി ദിനേശിന്റെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം ഭാഗമാവുന്ന സിനിമയിൽ ആ ക്യാരക്ടറിനേക്കാൾ അപ്പോൾ ആ സിനിമ നടക്കുന്ന ആ ഒരു പശ്ചാത്തലവും ആ സിനിമയുടെ സ്റ്റോറിയിലുള്ള വ്യത്യസ്തതയും നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാറുണ്ട്. ആ ഒരു സംഭവത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സിനിമയിലെ പ്രകടനം. ഇതിൽ ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നുള്ള തരത്തിലൊന്നും അല്ല കഥ പോകുന്നത്. നമുക്ക് രണ്ടു പേരുടെ സൈഡിലും നല്ലതും ചീത്തയും ഉണ്ട്. പ്രധാനമായിട്ടും അവരുടെ ആ ക്യാരക്ടർ ഈഗോ കാരണം എങ്ങനെയാണ് അത് ഡെവലപ്പ് ആവുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഈഗോ കാരണം വന്ന് സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യമാണ് സിനിമ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളി നടി സ്വാസിക, അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ ഡെപ്ത് നല്ല 2 കൊൽക്കണ ആഴത്തിലുള്ള ഡെപ്ത് പോലെ തോന്നി. തമാശക്ക് പറഞ്ഞാണ്, അത്രയ്ക്കും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം തുടക്കത്തിൽ ആ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം ഒന്നായിരിക്കും, പോകെ പോകെ മറ്റു ക്യാരക്ടറുടെ ഇൻഫ്ലുവൻസും ജീവിതാനുഭവവും കാരണം അദ്ദേഹത്തിന് സംഭവിക്കുന്ന മാറ്റം, പിന്നെ ഒരു ഗ്രേ ഷെയ്ഡിലോട്ട് പോകുന്നത്, അത് പിന്നെ റിസോൾവ് ആവുന്നത്, അങ്ങനെ തരത്തിലുള്ള പല ലെയറിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് സ്വാസികയുടെ. അത് അദ്ദേഹം അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇതിലെ നടിയുടെ അല്ലെങ്കിൽ സ്വാസികയുടെ മകളായി അഭിനയിച്ചിട്ടുള്ള വ്യക്തിയെക്കാട്ടും ഒരു ഏജ് വൈസ് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല അവർ തമ്മിൽ. പക്ഷെ അധികം തലയിൽ നരയിടാതെ, അതായത് പ്ലെയിൻ ബ്ലാക്ക് ഹെയറിൽ അദ്ദേഹം ഒരു ഏജ്ഡ് ആയ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഉൾക്കൊണ്ട് അഭിനയിക്കുന്ന സമയത്ത് നമുക്കത് തോന്നും, ഈ വ്യക്തി, അതായത് സ്വാസിക ഈ കുട്ടിയുടെ അമ്മയാണെന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ആ മുഖത്ത് അത് വളരെ നന്നായിട്ട് തന്നെ പോർട്രേ ചെയ്യാൻ സ്വാസിക കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സ്പോർട്സ് ഡ്രാമ ഗണത്തിൽപ്പെട്ട സിനിമകൾ എടുക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഭൂരിഭാഗം സിനിമയിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷോട്ടുകളാണ് കാണിക്കേണ്ടി വരിക, എസ്പെഷ്യലി ആ സ്പോർട്സ് ഏരിയയിൽ വരുന്ന സമയത്ത്. ഇപ്പൊ ക്രിക്കറ്റ് ആണെങ്കിൽ ബാറ്റ് ചെയ്യുന്നു, 4 അടിക്കുന്നു, 6 അടിക്കുന്നു, പിന്നെ റൺ ഓടുന്നു, ഔട്ട് ആവുന്നു, തർക്കമുണ്ടാവുന്നു, ഇതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് കാണിക്കുന്ന സമയത്ത് തന്നെ ഓരോ തവണ കളി നടക്കുമ്പോഴും ആ ഇമോഷൻസിലുള്ള, ആ പ്ലെയേഴ്സിന്റെ ഇടയിലുള്ള ഇമോഷൻസിലുള്ള ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ആ സിനിമ നമുക്ക് ഒരു ഹോൾ പാക്കേജ് ആയി ഫീൽ ചെയ്യണമെങ്കിൽ ഒരു പെർഫെക്റ്റ് എഡിറ്റിംഗ് തന്നെ വേണ്ടി വരും. ആ ഒരു കാര്യത്തിൽ ഈ സിനിമ ഒരു 100% വിജയമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ മ്യൂസിക്കിന്റെ കാര്യത്തിൽ എന്താ പറയാന്ന് വെച്ചാൽ, ഒരു സമാസമം ചേർത്ത് ചേരുവ പോലെയാണ് തോന്നിയത്. എന്താണോ ആ സീനിന് വേണ്ടത്, എലവേറ്റ് ചെയ്യേണ്ട സമയത്ത് സീൻ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂസിക് വരുന്നു. പിന്നെ അതുപോലെ പ്രേക്ഷകനുമായി ഇമോഷണലി കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഉതകുന്ന തരത്തിലുള്ള മ്യൂസിക് ആണ് സിനിമയിൽ വന്നിട്ടുള്ളത്. അതെല്ലാം മനോഹരമായി പ്ലേസ് ചെയ്യുന്നതിലും സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മെയിൻ കഥാപാത്രങ്ങൾ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ എന്നെ എൻജോയ് ചെയ്യിപ്പിച്ച വേറൊരു നടൻ നമ്മുടെ അട്ടക്കത്തി ദിനേശിന്റെ ഫ്രണ്ടായി ആക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഇതേപോലെ തന്നെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടാലന്റ് ഉള്ള വ്യക്തിയാണ്. നമുക്ക് ആ സിനിമയിലെ ആ ക്യാരക്ടറിന്റെ ആ ഓരോ ചേഞ്ചസ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയ മറ്റൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ക്ലൈമാക്സിനോട് അടുപ്പിക്കുമ്പോൾ സിനിമ അവസാനിക്കുന്ന രീതിയാണ്. ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ സ്പോർട്സ് ഡ്രാമകളിലും നമ്മൾ കണ്ട് പരിചയിച്ച
പ്രതീക്ഷിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു അവസാനമല്ല സിനിമയ്ക്ക് ഉണ്ടായത്. എന്ന് പറയുമ്പോൾ അത് മ്യൂസിക്കാലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ എഡിറ്റിംഗ് കൊണ്ടോ വിഷ്വൽ മാജിക് കൊണ്ടോ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സീനുകളാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു സ്പോർട്സ് ഡ്രാമയുടെ അന്തസത്ത ഉൾക്കൊണ്ട് അതിന്റെ ആ ഇമോഷണൽ ലെവൽ വേറൊരു രീതിയിലോട്ട് മാറിപ്പോകുന്ന അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു ചിന്താഗതിയിലോട്ട് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ വില്ലന്മാർ എന്ന് പറയാവുന്ന നമ്മുടെ അട്ടക്കത്തി ദിനേശും ഹരീഷ് കല്യാണും എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് ഈ സിനിമയിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ മൊത്തത്തിൽ ഒരു സിനിമാറ്റിക് പാക്കേജ് ആയി തന്നെ നമുക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാവുന്ന പടമാണ്. അപ്പൊ എന്തായാലും ഒരു 2-3 മാസത്തിനിടയ്ക്ക് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന സിനിമകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമയാണ് ലബ്ബർ പന്ത്. അതുപോലെ തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു സ്റ്റാർ ആയിട്ട് ഉയർന്നു വരാൻ തരത്തിലുള്ള ഒരു ടാലന്റ് ഉള്ള വ്യക്തിയാണ് ഹരീഷ് കല്യാണം എന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ലബ്ബർ പന്ത്.